ഈഗോ എന്നല്ല, ഇത് നമ്മ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. പിന്നെ അവർ വെച്ച് ശേഷം നമ്മ വെച്ചു വന്നതേ ഉള്ളൂ. ലോകകപ്പ് ആവേശം നിറച്ച് വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ കണ്ടിട്ടുണ്ട്, കട്ടൗട്ടുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ബ്രസീൽ ഫാൻസ് കാസർഗോഡ് ആറാട്ടുകടവ് എന്ന സ്ഥലത്ത് അവർ ഒരുക്കിയിട്ടുള്ള വാൾ പെയിൻറ്റിംഗ് ആണ്. 60 അടി നീളമുള്ള വാൾ പെയിൻറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ വാൾ പെയിൻറ്റിംഗ്. അതിൽ ബ്രസീൽ ഫാൻസ് ആറാട്ടുകടവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ കളിക്കാരുടെ ചിത്രങ്ങളൊക്കെ പതിച്ചുകൊണ്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള വാൾ പെയിൻറ്റിംഗ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ ആവേശമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് ബ്രസീൽ ഫാൻസ് മാത്രമല്ല, അർജന്റീനൻ ഫാൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്. എന്തായാലും ആദ്യം ബ്രസീൽ ഫാൻസിനോട് ചോദിക്കാം, ഈ കട്ടൗട്ടും ഫ്ലക്സ് ബോർഡൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇത് മനോഹരമായൊരു വാൾ പെയിൻറ്റിങ്, എന്താണ് ഈ ഒരു ആശയം? ഒന്നുമില്ല, നമ്മളെ ഗ്രൂപ്പിൽ ചർച്ചയാക്കി ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വെച്ചു. ഇങ്ങനെ എവിടെയും ചെയ്തിട്ട് കണ്ടിട്ടാ. അപ്പോൾ 4 വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ, അപ്പോൾ അത് നല്ല മനോഹരമായിട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തത്. ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത്? ഒരു 5 ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് ഇത് നമ്മൾ റെഡിയാക്കിയത്. അതിൻ്റെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടിയൽ ആണ് നടത്തിയത്. അതായത് ആദ്യം ശരിക്കും പറഞ്ഞെങ്കിൽ ആദ്യം അർജൻറ്റീന അവരാണ് ആദ്യം ഫ്ലക്സ് വെച്ചത്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം 4 വർഷം കൂടുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ഫ്ലക്സ് കാര്യങ്ങൾ. ചെറിയ രൂപത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് വലുതായിട്ട് മാറി ചുവരിലേക്ക് എത്തിയത്. മുമ്പ് ഫ്ലക്സിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇതൊക്കെ ചെയ്തിട്ട് ബ്രസീൽ കപ്പടിക്കും. കളിയല്ലേ, ജയപരാജയങ്ങൾ സാധാരണ. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻ്റ് ഉണ്ട്. അതാരായാലും നമ്മളെ സ്വന്തം ടീമിനെ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ആയിട്ട് ഇത്ര പോലെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആരാധനയല്ല, പഴയ കാലത്ത് പെലെ അതൊന്നും ഇങ്ങോട്ടുള്ള ആരാധനയാണ് നമ്മളത്. ബ്രസീൽ ഇത്തവണ ഇതാ നിങ്ങളുടെ വലിയ ആവേശമുണ്ട് കാണുന്നുണ്ട്. പക്ഷേ കപ്പിലേക്ക് കപ്പ് അടിക്കുന്നല്ല, നമ്മ കുറെ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാലും പ്രശ്നമില്ല, കപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ ഒപ്പം നമ്മൾ ബ്രസീൽ ഫാൻസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതായത് ആദ്യം ഇവിടെ ഈ അർജന്റീനൻ ഫാൻസ് ആണ് വലിയ ഫ്ലക്സ് ബോർഡും കട്ടൗട്ടൊക്കെ വെച്ചത്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഈഗോ അടിച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഈഗോ എന്നല്ല, ഇത് നമ്മ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. പിന്നെ അവർ വെച്ച് ശേഷം നമ്മ വെച്ചു വന്നതേ ഉള്ളൂ. ഇതിന് മുകളിൽ ഇവർക്ക് ഇനി അറിയില്ല. ഇതിപ്പോ അവർക്കൊരു ചലഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. നമ്മ ഫസ്റ്റ് രണ്ടാമത് വെച്ചോണ്ട് പിന്നെ അവർ ഇനിയും വെക്കുന്ന പ്ലാനിങ് എല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇവിടെ ആദ്യം പൊന്തിയത് അർജന്റീനയുടെ ഫ്ലക്സ് ആണ്. അത് അവിടെ ആ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. അർജന്റീനയുടെ ഫ്ലക്സ് ആണ്. അതോടൊപ്പം തന്നെ പോർച്ചുഗലിന്റെ ഫ്ലക്സ് ഉണ്ട്. അർജന്റീനൻ ഫാൻസ് കൂടെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളാണ് ആദ്യം ഇവിടെ ഒരു ഫ്ലക്സ് ഉയർത്തിയത്, വലിയ 30 അടി നീളമുള്ള ഫ്ലക്സ്. അത് കണ്ടിട്ടാണ് ബ്രസീൽ അത് കണ്ടിട്ട് കുറേ ദിവസം പിടിച്ചിട്ട് ഇത് പ്ലാനിങ് എല്ലാം ആക്കിയിട്ട് വെച്ചത്. അങ്ങനെ വഴി തിരിഞ്ഞിട്ട് ഈ ഒരു നല്ലൊരു ആശയം വന്നേ. ആശയം നല്ല ആശയം തന്നെ, അടിപൊളിയാട്ടോ. വാൾ പെയിന്റിങ് അടിപൊളിയാണ്. പക്ഷേ എത്തിയില്ല. ഇതുക്ക് മേലെ നിങ്ങൾക്ക് എന്തുണ്ട്? ഇതുക്ക് മേലെ എന്നെ വരാറുണ്ട് കൂടി കൊണ്ടുവെക്കാണ്ട് അർജന്റീനയെ ഇതിരിക്കും മേലെ. ആറാട്ടുകടവിൽ ഇതുക്ക് മേലെ നിങ്ങൾ ഇനി എന്താ ഇനി ഇതില് ഒരു കൊടി വെക്കാനുണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, കട്ടൗട്ട് കണക്കത്. ഇതിനെ കടത്തിവിട്ടുന്ന ഉണ്ട്, വരും. ലോഡിങ് നിങ്ങളെല്ലാം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ക്ലബിന്റെ കീഴിലാണ് അല്ലെ? എല്ലാരും ഒരുമിച്ച് അതിന് പറയാ. എല്ലാരും ക്ലബ്ബാണ്. നമ്മളെ പൊതു സ്പോർട്സ് പറഞ്ഞ കബഡിയാണ്. കബഡിയിൽ നിരവധി മറ്റേ ട്രോഫിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് കസ്റ്റംസിലായിട്ട് സെലക്ട് ആയിന്, പോലീസിൽ സെലക്ട് ആയിന്. അപ്പോൾ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്തിന് ജില്ല. അതായത് ഇവര് ഇത്തരത്തിലുള്ള ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ഒരു ക്ലബ്ബ് ഉണ്ട് അല്ലെ? ക്ലബിന്റെ കീഴിലാണ് എല്ലാവരും. ആ ഫാൻ ഫൈറ്റ് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും നിങ്ങളെല്ലാവരും സ്പോർട്സും കബഡിയും എല്ലാം ഉണ്ടല്ലോ. കബഡിയാണ് ജീവവായു. നമ്മൾ അറിയപ്പെടുന്ന കാസർഗോഡിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ് ഫ്രണ്ട്സ് ആറാട്ടുകടവ് കബഡിയിൽ. അന്നും ഇന്നും കബഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫുട്ബോളൊക്കെ വരുന്നു. അതായത് ഈ 4 വർഷത്തെ ഒരിക്കൽ നമുക്ക് വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഇത്. പക്ഷേ നമ്മുടെ ജീവവായു എന്ന് പറയുന്നത് കബഡി മാത്രം. എന്തായാലും ഇവര് വലിയ ആവേശത്തിലാണ്. ഈ വാൾ പെയിന്റിംഗ് എന്തായാലും അതിമനോഹരമാണ് ബ്രസീൽ ഫാൻസ് ഒരുക്കി. അതുക്കു മേലെയുള്ള സാധനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് അർജന്റീനൻ ഫാൻസും ആറാട്ടക്കടവിൽ പറയുന്നത്. എന്തായാലും ഫുട്ബോൾ ആവേശം, അതിൻ്റെ ഫീവർ, അതിൻ്റെ എല്ലാ അത്യുന്നതങ്ങളിലേക്ക് എത്തുകയാണ്.